വരിക്കച്ചക്ക സുലഭമായി കിട്ടുന്ന ഈ സമയത്തുണ്ടല്ലോ, ചെയ്തു നോക്കാൻ പറ്റിയ ഒരു വെറൈറ്റി കുമ്പിളപ്പം, അതായത് വയണയപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 10-12 കഷ്ണം വരിക്കച്ചക്കയാണ് കേട്ടോ. ആദ്യം നമുക്ക് ഇതിന്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ ഈ അരച്ചെടുക്കുന്ന വരിക്കച്ചക്കയുടെ പൾപ്പുണ്ടല്ലോ, അത് 250 ml കപ്പിൽ 2 കപ്പ് അളവിലായിരിക്കണം. അപ്പോൾ ഇവിടെ ഈ ചക്ക ഈ കാണുന്ന പോലെ നന്നായിട്ട് തന്നെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായി ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2.25 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. കപ്പിന്റെ അളവ് നേരത്തെ പറഞ്ഞതുപോലെ 250 ml ആണ് കേട്ടോ. അങ്ങനെ ഈ അരിപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതോടൊപ്പം തന്നെ നേരത്തെ അരച്ച് മാറ്റി വെച്ച ചക്ക ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. കൂടാതെ 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അതോടൊപ്പം തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ശർക്കര അതൊരു 2.5 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുക. കൂടാതെ ഒരു 6 ഏലക്ക ചതച്ചതും 2.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണഗതിയിൽ ചക്കയ്ക്ക് പകരം പാളയംതോടൻ പഴം ചേർത്താണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഒരുപക്ഷെ ചക്കയില്ല, പാളയംതോടൻ പഴം ചേർത്ത് തയ്യാറാക്കാം എന്നാണ് തീരുമാനമെങ്കിൽ ഒരു 4 വലിയ പാളയംതോടൻ പഴം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. വരിക്കച്ചക്കയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നല്ല പഴുത്തതും നല്ല മധുരമുള്ളതുമായ വരിക്കച്ചക്ക തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാണുന്നത് പോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വയണയിലയാണ് കേട്ടോ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ കുമ്പിള് കൂട്ടി ഒരു പച്ച ഈർക്കിൽ ഉപയോഗിച്ച് കോർത്ത് വെക്കാം. അപ്പോൾ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച മാവുണ്ടല്ലോ, അത് നിറച്ചു തുടങ്ങാം. അങ്ങനെ ഈ കുമ്പിള് കൂട്ടി വെച്ച വയണയിലയുടെ മുകളറ്റം വരെ ഇതുപോലെ മാവ് നിറച്ചു കഴിഞ്ഞാൽ ബാക്കി വയണയിലയിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്ത് വെക്കാം. ശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. അതിനായിട്ട് ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം തിളച്ചു തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ഒരു സ്റ്റീമർ വെച്ച് കൊടുത്തിട്ട് അതിന് മേലെ ഈ മാവ് നിറച്ച വയണയില ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ഈ മാവ് നിറച്ച വയണയിലേക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിലിട്ട് കുറഞ്ഞ ഒരു 25 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഈ പറഞ്ഞ 25 മിനിറ്റ് തന്നെ വേണം നമുക്കിത് നല്ലതുപോലെ വെന്ത് കിട്ടാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചക്ക കൊണ്ടുള്ള വയണയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.